ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും വയനാട് സീരീസിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവാറായി കേട്ടോ. അത് കഴിഞ്ഞ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ചിലത് വരാൻ കുറച്ച് ലേറ്റായി പോയത്. പിന്നെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രിപ്പിന് പോവാണ് കേട്ടോ. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഞാനിപ്പോൾ പാപ്പനംകോട് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. സമയം ഇപ്പോൾ 5:15 കേട്ടോ. കൃത്യം 5 മണിക്ക് തന്നെ ഇറങ്ങാൻ പറ്റി. അത് തന്നെ വലിയ കാര്യം. സാധാരണ നമ്മളൊരു സമയം പറഞ്ഞാൽ അതിന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ എണീക്കാറുള്ളൂ. പുള്ളി വൺ ഡേ ട്രിപ്പാണ് കേട്ടോ. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച നമ്മൾ രാത്രി തിരിച്ചെത്തും. പതിവ് പോലെ നമ്മുടെ 2 സാരഥികളും നമ്മുടെ കൂടെ ഉണ്ട്, സജിനും ശ്രീഹരിയും. എല്ലാ ട്രിപ്പിലും നമ്മൾ സ്ഥിരം മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, വെഞ്ഞാറമ്മൂട്. അവിടെ വെച്ചായിരിക്കും നമ്മൾ അവന്മാരെ 2 പേരെയും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയാതെ നമുക്ക് യാത്ര തുടങ്ങാം. രാവിലെ എണീക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ്, ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ ചെറിയ രീതിക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് മിക്കവാറും നല്ല തണുപ്പും മഞ്ഞും കോടയും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. നമ്മൾ ഇതിനു മുമ്പും പോയിട്ടുള്ള സ്ഥലം തന്നെയാണ്, പക്ഷേ നമ്മൾ പോകുന്ന റൂട്ടാണ് ഇത്തവണ നമുക്ക് എന്താ പറയുക വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ഈ ട്രിപ്പ് നമ്മൾ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമാണ് കേട്ടോ. അതായത് മിനിങ്ങാന്ന് വ്യാഴാഴ്ച എടുത്ത തീരുമാനമാണ്. സജിൻ വിളിച്ചു, ഇങ്ങനെ പോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശനി ഞായറും പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ശ്രീഹരിയും വിളിച്ചു, ശ്രീഹരിയും ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഓണായി. രാവിലെ ആയാലും തിരക്കിന് കുറവൊന്നുമില്ല കേട്ടോ. ഇഷ്ടം പോലെ വണ്ടികളാണ് റോഡിൽ. സമയം 5:15 ആയുള്ളൂ. ഇന്ന് ശനിയാഴ്ച കൂടിയാണ്. ഇതേ ചായക്കടയിലൊക്കെ ഓൾറെഡി ഇപ്പോഴേ തിരക്കാണ്. ആൾക്കാർക്കൊന്നും ഉറക്കമില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയാനായിട്ട്. രാവിലെ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് മനുഷ്യൻ്റെ മൂഡ് കളയാൻ വേണ്ടി. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഏതോ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ തിരക്ക്. എനിക്ക് തോന്നുന്നു 3-4 ട്രെയിൻ ഒരുമിച്ച് വന്നെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നു, എന്ത് തിരക്കാണ്! ഓട്ടോയും ഊബറും ടാക്സിയും അല്ലാതെ അവരെ വിളിക്കാൻ വരുന്നവരും എല്ലാം കൂടെ അവിടെ ബ്ലോക്കാക്കി. അപ്പോൾ ഈ ട്രിപ്പ് കൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം എനിക്ക് വണ്ടി സർവീസിന് കയറ്റാനായിട്ട്. വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇത്തവണത്തെ ട്രിപ്പിന് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഒരു ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഒരു ദിവസത്തെ ട്രിപ്പല്ലേ, ഡ്രസ്സൊക്കെ വളരെ കുറവാണ്. ഡ്രസ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ്. നമ്മുടെ പാളയം പള്ളിയാണ് കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ എന്ത് രസമുണ്ടല്ലേ. ഇത് നമ്മുടെ നിയമസഭ ആണ് കേട്ടോ. ഇതിൻ്റെ അടുത്തൊരു ഹനുമാൻ്റെ അമ്പലമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അമ്പലമാണിത്. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായി ഈ സമയത്തൊക്കെ റൈഡ് തുടങ്ങിയിട്ട്. ഈ സമയത്തൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ച് കിടന്നുറങ്ങും, അലാറം വെക്കും. പക്ഷേ അലാറം ഒന്നും കേൾക്കാറില്ലായിരുന്നു. 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴാണ് റൈഡ് തുടങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇറ്റ്സ് ഗുഡ് ടു ബി ബാക്ക്. ഈ സമയത്ത് ഇറങ്ങാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ റൈഡ് തുടങ്ങുന്നത് എപ്പോഴും രാവിലെ ആക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് അധികം ട്രാഫിക് കാണത്തില്ല. അവിടെയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും. അത്യാവശ്യം സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കിലോമീറ്ററൊക്കെ കവർ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യമേ ആ ഒരു മടുപ്പ് വരത്തില്ല. ബ്ലോക്കിൽ കിടന്നും സിഗ്നലിൽ കിടന്നൊന്നും മടുപ്പ് വരത്തില്ല. അതാണ് രാവിലെ ഇറങ്ങുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ളൊരു ഗുണം. നമുക്ക് വീണ്ടും 95 ഫുൾ ടാങ്ക് അടിക്കാം. അപ്പോൾ മൊത്തം 8 ലിറ്റർ കയറി കേട്ടോ. 8.36 ലിറ്റർ കയറി 1043 രൂപയായി. അപ്പോൾ തുടക്കം തന്നെ പോക്കറ്റ് കയറി. പണം പോട്ടെ, പവർ വരട്ടെ. റൈഡ് ചെറുതാണോ വലുതാണോ എന്നൊന്നുമല്ല. ഏത് റൈഡിന് ഇറങ്ങിയാലും മിനിമം ഒരു എമൗണ്ട് പൊട്ടണം എന്നുള്ളതൊരു പ്രകൃതി നിയമമാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം, അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. കാരണം വിശന്നിട്ട് വയ്യ, ഒരു ചായയെങ്കിലും കുടിക്കണം. അല്ലാതെ ഒരടി മുമ്പോട്ട് പോകാൻ എനിക്ക് കഴിയുന്നില്ല ഗൈസ്. ആംബുലൻസ് ചെരിഞ്ഞൊക്കെ വരുന്നു. ഡ്രിഫ്റ്റാണ്, ടോക്കിയോ ഡ്രിഫ്റ്റ്. നമ്മളങ്ങനെ കൃത്യം 5:56 വെഞ്ഞാറമ്മൂട് വന്നെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരെയൊക്കെ വെളുത്തു തുടങ്ങി. വെളിച്ചവും കാര്യങ്ങളൊക്കെ വന്നു. നമ്മൾ ഈ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ ഈ ബോർഡ് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണല്ലേ. അങ്ങനെ തോന്നിയിട്ടുള്ള ആരെങ്കിലും കാണുമോ? വല്ലയിടത്തും പോയിട്ട് നമുക്ക് ഈ റോഡ് വരുമ്പോൾ ഈ ബോർഡ് കാണുമ്പോൾ നമ്മൾ തിരുവനന്തപുരം എത്തി എന്നുള്ള ഒരു ഫീല് കിട്ടും. എന്താ മോനെ രാവിലെ എണീറ്റ് പരിപാടി? വണ്ടി വാഷ് ചെയ്താ കറാതിരിക്കുന്നു. അങ്ങോട്ടൊക്കെ മഴയാണെങ്കിൽ ശ്രീരി എൻ്റെ 250 രൂപ അപ്പോൾ ഞങ്ങൾ 2 പേരും ഏകദേശം 5 മിനിറ്റോളം ഇവിടെ പോസ്റ്റാണ്. ശ്രീ സജിൻ മോൻ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മുടെ യാത്രാ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൂന്നാറാണ്. ബസ് പോയി. നമ്മൾ സ്ഥിരം പോകുന്ന മൂന്നാർ റൂട്ട് അല്ല പോകുന്നത്, വേറൊരു റൂട്ടാണ്. അത് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു റൂട്ടാണ്. നമ്മൾ കുട്ടമ്പുഴ എന്ന് പറയുന്ന സ്ഥലം വഴി കയറി മാമലകണ്ടം വഴി ചീയപ്പാറ വാട്ടർഫാൾസ് ഒക്കെ കണ്ട് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി കയറിയാണ് നമ്മൾ മൂന്നാർ എത്തുന്നത്. നല്ല ചുറ്റാണ്. പക്ഷെ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനും. അങ്ങോട്ടൊക്കെ മഴയാന്നാ കേട്ടെ. പിന്നെ തിരിച്ച് നമ്മൾ ഗ്യാപ്പ് റോഡ് വഴി ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് വരും. എല്ലാം കൂടെ ടോട്ടൽ ഒരു 635 കിലോമീറ്റർ ഉള്ള ഒരു റൈഡാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോൾ പാല, കൂത്താട്ടുകുളം, കോതമംഗലം വഴി കുട്ടമ്പുഴ പോകും. ഇതോ പോലൊരുത്തൻ. സാധാരണ നമ്മൾ മൂന്നാർ പോകുന്നത് നേര്യമംഗലം ആ റൂട്ട് കയറിയിട്ടാണ്. പക്ഷേ ഇത്തവണ നമ്മൾ നേര്യമംഗലം കയറുന്നില്ല. നേര്യമംഗലം കയറാതെ നമ്മൾ കുട്ടമ്പുഴയ്ക്ക് പോകും. അതായത് നമ്മുടെ ഓൾഡ് മൂന്നാർ റൂട്ടാണത്. തെറി വിളിക്കാം. നേരത്തും കാലത്തൊക്കെ വരണം മിസ്റ്റർ. കൃത്യനിഷ്ഠയല്ലേ രണ്ടിനും. ഞങ്ങളുടെ ട്രിപ്പ് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗൈസ്.
4 മണി പറഞ്ഞ 6 മണിയാകുമ്പോൾ തുടങ്ങും. അപ്പോൾ നമുക്കിന്ന് വൺ സൈഡ് ഏകദേശം 310 കിലോമീറ്ററോളം ഉണ്ട്. എവിടെയാണ് സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നത്? ഈ പൊട്ടങ്കാട്. നല്ല സ്ഥലം. മൂന്നാർ ടൗണിൽ നിന്നൊക്കെ കുറെ മാറിയാണ് നമ്മുടെ സ്റ്റേ വന്നത്. ഹോം സ്റ്റേയോ? നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് റൂം കിട്ടിയല്ലേ ഇന്നലെ? വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് നീ റൂം ബുക്ക് ചെയ്തേക്കുന്നത്. 1000 രൂപയ്ക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് എവിടെയെങ്കിലും കിട്ടും. റൂം നോക്കിയപ്പോ ടെന്റ് ഒക്കെ വലിച്ചു കെട്ടി പായൊക്കെ വിരിച്ചു തരും. ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞി, മാമ രാവിലെ കുഴി കുത്തി കഞ്ഞി തരും. അങ്ങനെ ഞങ്ങൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. കൃത്യം 6:26 ആയപ്പം നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു മാമലകണ്ഠ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണണമെന്ന്. അത് കുറച്ച് നാളുകളായി ഞാൻ ആലോചിക്കുന്നു. അങ്ങോട്ടൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ ആ വൈബ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് മഴയൊന്നും ഇല്ലെങ്കിൽ എന്താകുമെന്ന് ഒരു പിടിയില്ല. മാത്രമല്ല നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി കയറി ആണ് നമ്മൾ മൂന്നാറിന് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറിന് പോയപ്പോഴും ഞാൻ ലക്ഷ്മി എസ്റ്റേറ്റിൽ കുറച്ച് ദൂരമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ ഫുള്ളൊന്ന് കവർ ചെയ്ത് കയറി മൂന്നാറിന് പിടിക്കാനുള്ള പരിപാടിയാണ്. എന്താ വല്ലാത്തൊരു ഉന്മേഷം കേട്ടോ വണ്ടി ഓടിക്കുമ്പോൾ. എന്താണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ആയിരിക്കും. വല്ലാത്തൊരു എനർജി ഉണ്ട്. ദൂരെ നമുക്ക് കോട മൂടി കിടക്കുന്ന കാണാം കണ്ടോ. ഈ സമയത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ കോടയൊക്കെ കാണാനായിട്ട് പറ്റും. പാല് കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ. അത് 100 പറഞ്ഞാണ് കത്തിക്കുന്നത്. പെട്ടെന്ന് കൊടുത്തിട്ട് ചേട്ടൻ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ചടയമംഗലം എത്തി കേട്ടോ. അതാ മോളിൽ കാണുന്നതാണ് ജടായുപ്പാറ. നമ്മുടെ റൈറ്റ് സൈഡിൽ കണ്ടോ കോട മൂടി കിടക്കുന്ന കണ്ടോ. നമ്മളങ്ങനെ ഓടി ഓടി കൊട്ടാരക്കര എത്തി കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 77 കിലോമീറ്ററായി. സമയം 7 മണിയായി. നല്ലൊരു ഹുഡിയിലായിരുന്നു വിട്ടത്. ആണ് നമ്മുടെ സ്ഥിരം സീറ്റ്. എങ്ങനെയുണ്ടോ ഫുഡ്? നമ്മളങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. 450 രൂപ കേട്ടോ. 2 നെയ്റോസ്റ്റും, ഒരു മസാല ദോശ, 3 കോഫി, 4 വട. എൻ്റെ വണ്ടിയിൽ ഞാൻ ഒരു പുതിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുകയാണ്. ഞാനൊരു ലഗേജ് കരിയർ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു ടോപ്പ് ബോക്സ് വെക്കാനുള്ള പരിപാടിയാണ്. ആദ്യം ഇത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് പൈസയും സന്ദർഭവും ഒക്കെ ഉള്ളതുപോലെ നമുക്കൊരു ടോപ്പ് ബോക്സ് കൂടെ വെക്കാം. ലെജൻഡറിയുടെയാണ്. ലെജൻഡറി കസ്റ്റംസിൻ്റെ അവരുടെ സൈറ്റിൽ നിന്ന് എടുത്തപ്പം ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 3600 രൂപയ്ക്ക് കിട്ടി. കുഴപ്പമില്ല, അത്യാവശ്യം സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ഭാവിയിൽ നമുക്കൊരു പെട്ടി വാങ്ങിച്ചു വെക്കാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി, ഇവിടെ അടുത്തൊരു ജിയോ പമ്പുണ്ട്. അവിടെ കയറി വാഷ്റൂം ഒന്ന് യൂസ് ചെയ്യണം. അതുപോലെ ശ്രീഹരിയുടെ വണ്ടിക്ക് പെട്രോൾ കുറവാണ്, പെട്രോളും കൂടെ അടിക്കണം. ടൈറ്റ് തന്നെയാണല്ലോ, ഊരി പോയാൽ പോലും അറിയില്ല. ഏറ്റവും നല്ല വൃത്തിയുള്ള വാഷ്റൂം നമുക്കുള്ളത് ഒന്ന് റിലയൻസും അതുപോലെ നയരയാണ് കേട്ടോ. ഈ 2 പമ്പിലും ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് നോക്കുകയാണെങ്കിൽ മൂന്നാർ പോകാൻ ഇഷ്ടം പോലെ റൂട്ടാണ് ഉള്ളത്. നമ്മൾ മൂന്നാർ പോയിട്ടുള്ളതെല്ലാം ഒരേ റൂട്ടിൽ കൂടെയാണ്, അതുപോലെ ഒരേ റൂട്ടിൽ കൂടെയാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തവണത്തെ ട്രിപ്പ് നമ്മൾ വിചാരിച്ചു കുറച്ചുകൂടെ എന്തെങ്കിലും ഒന്നൊരു വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ട് പോകാത്ത റൂട്ട് വഴി കയറി മൂന്നാർ എത്തിയിട്ട് അവിടുന്ന് തിരിച്ച് നമുക്ക് വേറെ ഒരു വഴി തിരിച്ചിറങ്ങി വരുന്ന അങ്ങനെ ഒരു ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്തത്. അതാകുമ്പോൾ നമുക്കൊരു മടുപ്പ് കാണത്തില്ല. മഴ കാണാൻ ഇറങ്ങിയ യാത്രയാണ്. ഇനിയിപ്പോൾ മഴ കാണോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. നമ്മളങ്ങനെ അടൂർ ബൈപ്പാസിലോട്ട് എത്തി കേട്ടോ. ശ്രീഹരിയെ കാത്തു നിൽക്കുകയാണ്. നമുക്കിനി പത്തനംതിട്ട റൂട്ട് വലത്തോട്ടാണ് പോകാനുള്ളത്. പോണ്ടാവൻ ചിലക്കം നമ്മളെ കാണാതെ അങ്ങ് പോയി. നമ്മളീ പോകുന്ന റൂട്ട് പത്തനംതിട്ട ശബരിമല റൂട്ടാണ് കേട്ടോ. 2 സൈഡിലും അത്യാവശ്യം നല്ല രീതിക്ക് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴി പോകുമ്പോൾ അധികം ചൂട് അറിയത്തില്ല. ഫുൾ റബ്ബറാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല കട്ടിക്കാണ് റബ്ബർ വളർന്ന് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഒമ്പയാറാണെന്ന് തോന്നുന്നു. നല്ല നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. എല്ലായിടത്തും സിഗ്നൽ ഓണായി തുടങ്ങി. ഇനിയിപ്പം നമുക്ക് സിഗ്നലിലൊക്കെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് പോവാം. ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ അതാ ഫുൾ ട്വിസ്റ്റീസാണ്. ഇങ്ങനെ കിടത്തി മരത്തിയും ഒക്കെ നമുക്ക് പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൂട്ട് എപ്പോഴും പോകാനായിട്ട്. അത് മഴയത്താണേലും വെയിലത്താണേലും ഞാൻ പോവും. നമ്മുടെ ശബരിമല റൂട്ടാണ് താഴെ കാണുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ശബരിമല റൂട്ടാണെന്ന്. കഴിഞ്ഞ വയനാട്ടിലെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഇതുവഴിയൊക്കെ മഴ നനഞ്ഞാണ് പോയത്. ഭയങ്കര മഴയായിരുന്നു. പക്ഷേ ഇത്തവണ മഴയൊന്നുമില്ല, മഴക്കാറ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ റംബൂട്ടാൻ്റെ സീസണായി തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഈ റംബൂട്ടാൻ മരം വലയിട്ട് മൂടി വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ആ ഭാഗത്തെല്ലാം കൃഷിയാണ് കേട്ടോ, മറ്റേ പൈനാപ്പിൾ കൃഷി. സ്വല്പം ദാഹജലം കുടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയതാണ്. നമ്മൾ 135 കിലോമീറ്ററായി. എന്തിനു കാണിക്കണത്?
ഇങ്ങനല്ല, മറ്റേ നെറ്റി കൊണ്ടുവാ. കണ്ണ് മാത്രമേ വെളി കാണാവൂ, അല്ലാതെ വായും മൂക്കൊന്നും വെളി കണ്ടുവിടാ. ശ്വാസം മുട്ടുന്നു. ഒരു 10-15 മിനിറ്റോളം ഇവിടെ ഇരുന്നു കോടാനാരങ്ങയൊക്കെ കുടിച്ചു. മഴക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ മഴക്കാറുണ്ട്, പക്ഷേ മഴയില്ല. എനിക്ക് വയ്യ ആ റൂട്ട് പോവാൻ. കുട്ടിക്കാനം വഴി പോയി മടുത്ത്. ശരി, ചുറ്റിയാലും നമുക്ക് പോകാത്ത വഴി പോകുമ്പോൾ ഒരു സുഖമല്ലേ. നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ കുട്ടിക്കാനം വഴി ഇറങ്ങി വരാം. ഇഷ്ടം പോലെ റൈഡേഴ്സ് ഉണ്ട് കേട്ടോ ഇന്ന്. ഈ റൂട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു തണുപ്പാണ് കേട്ടോ. ഭയങ്കര കാടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തണലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. തളിയൊക്കെ നമ്മളിപ്പോൾ പാലയെത്തി. ഇവിടുന്ന് ഇനി കോതമംഗലം, കോതമംഗലത്ത് വഴിയാണ് നമ്മൾ പോകുന്നത്. കോതമംഗലത്ത് നിന്ന് റൈറ്റ്. കുട്ടമ്പുഴയ്ക്ക് ഇനി 69 കിലോമീറ്റർ ഉണ്ട്. മൈലേജ് 37 എനിക്ക്. ഇനി കോതമംഗലം എത്തുന്നവരെ സ്ട്രെയിറ്റ് ആണ്, വേറെ വളവും തിരിവൊന്നുമില്ല. ഈ നമ്മൾ വരുമ്പോൾ മാത്രം എന്താണോ ഈ മഴ ഓടിക്കളയുന്നത്. നമ്മൾ അവിടെ വീട്ടിൽ ഇരുന്ന് ഓരോ റെയിൽ കാണുമ്പം മഴയും പേമാരിയും ഒക്കെയാണ്. ഇതാണ് നമ്മുടെ പ്രസിദ്ധമായ പാല, മണിച്ചായൻ്റെ പാല. മീനച്ചിലാറാണോ ഈ ഒഴുകുന്നേ? ആയിരിക്കണം. നമ്മൾ കുറച്ചൊന്ന് ചുറ്റിപ്പോയി. ആദ്യം ഗൂഗിൾ മാപ്പ് വഴി ഒന്ന് തെറ്റിച്ച് എങ്ങനെയൊക്കെയോ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഈ റൂട്ടിലോട്ട് വന്ന് കയറി. മാപ്പ് എടുത്ത് വെച്ചില്ല, വെച്ചാൽ ഫോൺ ഓവർ ഹീറ്റ് ആവും. ഇതിൻ്റെ പുറത്ത് വെച്ചാലേ. ഈ റൂട്ട് കൊള്ളാം കേട്ടോ. നല്ല തണലുണ്ട്, നല്ല കാഴ്ചകളും ഉണ്ട് കാണാനായിട്ട്. ഈ വെയിലൊരു രക്ഷയില്ല. ഒരുമാതിരി തീജ്വാലയ്ക്കകത്തൂടെ വണ്ടി ഓടിക്കുന്ന പോലെയുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് രാമപുരം എന്നാണ്. കുറച്ച് കാർമേഘമൊക്കെ വന്നിട്ട് വെയിലൊക്കെ മാറി നിന്നിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ, കത്തി ജ്വലിക്കുവാണ്. സമയം ഇപ്പോൾ 11:20 കേട്ടോ. നമ്മുടെ ഇടത് സൈഡിലുണ്ടോ ഒരു നഴ്സറിയാണ് കേട്ടോ. ചെടികളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ നഴ്സറി. വലത് സൈഡിൽ ഫുൾ റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. ആഹാ, എന്താ ഫീല്. പന കണ്ടോ? ഒരു പനയല്ല, കവുങ്ങ്, സോറി. ഇവിടെയുള്ള വീടുകൾ കാണാനാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഫുള്ളൊരു കാടിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് വീടൊക്കെ നിൽക്കുന്നത്. ചെറിയ രീതിക്ക് വിശപ്പായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 7 മണി 7:30 അപ്പോൾ എന്തോ ഫുഡ് കഴിച്ചതല്ലേ. ഇപ്പം 11:30 കഴിഞ്ഞു. പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും വിശക്കുന്നുണ്ട്. പാഞ്ഞു വന്ന മോളോടുള്ള റോഡിൽ കൂടെ അങ്ങ് കയറി പോകണം. വീട്ടുകാരെ ഞെട്ടിക്കണം. കപ്പയുണ്ട്, കവുങ്ങുണ്ട്, വാഴയുണ്ട്, വലിയൊരു കിണറുമുണ്ട്. അതേ പിന്നെ ഓരോരോ തൈകൾ നിൽക്കുന്നുണ്ടോ. ഇതൊരു നഴ്സറി ആണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, കാർഷിക നഴ്സറിയാണത്. കള്ള് ഷാപ്പ്. കിട്ടില്ല ആംബിയൻസ് ഉള്ള റോഡല്ലേ. നല്ല രസമുണ്ട്. നമ്മൾ മുഴുവനായിട്ടും ഒരു ഫോറസ്റ്റ് റൂട്ടിൽ കൂടി പോകുന്ന ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. കാരണം 2 സൈഡിലും അത്യാവശ്യം കാടും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ വീടും ഉണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലൊരു ചെറിയൊരു തോട് ഒഴുകുന്നുണ്ടോ. അധികം വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് റംബൂട്ടാൻ മൂടിയിട്ടേക്കുന്നുണ്ടോ. ഈ വഴി എന്തായാലും കൊള്ളാം കേട്ടോ. അടിപൊളി വൈബുള്ളൊരു വഴിയാണ്. ഫുള്ളും കൃഷിയും പച്ചപ്പും കാര്യങ്ങളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു വഴിയായതുകൊണ്ട് ഇതുവഴി പോകാൻ നല്ല ഭംഗിയുണ്ട്. അതൊരു കനാലായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത്. മാപ്പ് ഞാൻ മറ്റേ സൗണ്ട് നമ്മുടെ ഹെൽമെറ്റിനകത്ത് കേൾക്കാം കേട്ടോ. അതുകൊണ്ട് ആ അമ്മച്ചി പറയുന്നത് ഹെൽമെറ്റിൽ കൂടെ കേട്ടിട്ടാണ് നമ്മൾ വഴി മനസ്സിലാക്കി പോകുന്നത്. ഫോണ് ഇതിൻ്റെ അകത്തിരിക്കുകയാണ്. ഇപ്പോൾ തിരിഞ്ഞില്ലേ, ഈ റോഡാണ് കോതമംഗലം റൂട്ട്. മറ്റേത് തൊടുപുഴയ്ക്കുള്ള റൂട്ടായിരുന്നത്. തനി ഒരു നാട്ടിൻ പ്രദേശത്തൂടെ പോകുന്ന പോലെ ഉണ്ട്. പഴയ ഗ്രാമീണ ഭംഗിയൊക്കെ നമുക്ക് എവിടെയൊക്കെയോ കാണാം. ഇതുകൊണ്ടൊരു പാലം കണ്ടോ. ഓഹാ, നിറഞ്ഞ് വെള്ളമാണ് കേട്ടോ. നല്ല അടിയൊഴുക്കും ഉണ്ട്. റംബൂട്ടാനുണ്ട് കേട്ടോ. നന്നായിട്ട് കിളുത്ത് നിൽപ്പുണ്ട്. നല്ല ചുവന്നിരിക്കുന്ന റംബൂട്ടാൻ. ആ ചുവപ്പ് കണ്ടുപോയി പറിക്കാൻ പോയ ആ വീട്ടുകാർ അവിടെ അങ്ങനെ പിടിച്ച് കെട്ടി വെക്കും. എൻ്റെ പൊന്നിതേ കണ്ടോ, റെഡ് കളറിൽ നിൽക്കുന്നത് കണ്ടോ. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. പുഴകളുടെ പേരും കാര്യങ്ങളും ഒന്നും എഴുതി വെച്ചിട്ടില്ല. സാധാരണ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഏതാണ് പുഴയെന്നും അതൊക്കെ ഒരു ബോർഡ് കാണും. പക്ഷേ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വേണം ഗൂഗിൾ മാപ്പ് നോക്കി വേണം തപ്പിയെടുക്കാനായിട്ട്. വേൾഡ് കപ്പിൻ്റെ പോസ്റ്ററാണ് എല്ലായിടത്തും. റൊണാൾഡോ നിൽക്കുന്നു ഉടുപ്പില്ലാതെ. ഇതുകൊണ്ട് ഒരു പള്ളി കണ്ടോ,
സെൻറ് മേരീസ് യാക്കോബായ പള്ളി, വലിയൊരു പള്ളി. ഞാൻ ദൂരെ നിന്ന് ഈ സാധനം കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു മറ്റേ മിനിയണില്ലേ, മിനിയൻ്റെ ഏതോ ഒരു പ്രതിമ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അടുത്ത് വന്നപ്പോഴാണ് എന്തോ ഒരു പൊട്ടുകുറ്റി പോലത്തെ ഒരു സാധനം. നമ്മളങ്ങനെ ഓടി ഓടി ഒരു കാടിൻ്റെ നടുക്കൂടെയുള്ള ഒരു റോഡിൽ കൂടെ എന്താ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാടാണ്. കുട്ടമ്പുഴയ്ക്ക് ഇനി 9 കിലോമീറ്റർ എന്തോ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂട്ട് കൊള്ളാം അല്ലേ? ഇപ്പോഴാണ് നമ്മൾ ആ ഫോറസ്റ്റിൻ്റെ വൈബൊക്കെ അറിയുന്നത്. ഭയങ്കര വെയിൽ എന്നുള്ള ഒരു സംഭവം മാറ്റി നിർത്തിയ അടിപൊളിയാണ് ഈ റൂട്ട്. കിട്ടിലാണ് കേട്ടോ. അതോ വലിയ വലിയ മരങ്ങളും ഇവിടെ മറ്റേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാനായിട്ട്. ഇവിടെ നോട്ടീസും കേരള വന്യജീവി വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു ഫോറസ്റ്റ് റൂട്ടാണിത്. നമ്മുടെ ആനയൊക്കെ ഇറങ്ങുന്ന റൂട്ടാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാലത്തിലോട്ട് കയറുവാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ കണ്ടോ, എൻ്റെ മോനെ. ദൂരെ ആ മലനിരകളും അതിൻ്റെ ഇടയിൽ കൂടെ ആ വെള്ളം പോകുന്നത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ അത് കാണാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന ആറെന്ന് പറയുന്നത് പെരിയാറാണ് കേട്ടോ. ആ ഭാഗത്തൊരു പോത്ത് വെള്ളത്തിൽ ഇറങ്ങി കിടപ്പുണ്ട്. അത് ആ ഭാഗത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ കുളിക്കടവാണ് ഇതാ കാണുന്നത്. നല്ല രീതിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാ ഒരു വീതിയാന്ന് നോക്കിയേ. അവിടുന്നൊക്കെ ഓരോ പുഴകൾ വന്ന് ചേരുന്നുണ്ട് കേട്ടോ. ഭംഗിയുണ്ട് കേട്ടോ ഇവിടുന്ന് കാണാനായിട്ട്, ഒരു രക്ഷയില്ല. ആ മലനിരകൾക്കിടയിൽ കൂടെ നമ്മുടെ പെരിയാർ മന്ദം മന്ദം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. ഇത് പിള്ളേർക്കൊക്കെ കയറാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ വെറൈറ്റി ടൈപ്പ് പക്ഷികളൊക്കെ കാണും. ഫുഡ് കഴിക്കാൻ കയറി. ബിരിയാണി എങ്ങനെയുണ്ട് ഹരി? മുട്ടയോ? ഞാൻ തരാം. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. 480 രൂപയായി കേട്ടോ. ഇവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് മാപ്പ് നേരെ വർക്കാവുന്നില്ല. മാമലകണ്ടം എടാ റൈറ്റ് ചേട്ടാ, മാമലകണ്ടം ഇതുവഴിയല്ലേ? സൈഡ് നല്ല രസമുള്ള കാടാണ് കാണാൻ പറ്റുന്ന. ലെഫ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ തേടി വന്ന പഴയ മാമലകണ്ട റൂട്ട്. ഇതുവഴി രാവിലെ 9-9:30 ഇടയ്ക്ക് ഇതുവഴി ഒരു പ്രൈവറ്റ് ബസ് പോകുന്നുണ്ട് കേട്ടോ. ബസ് പോകുന്ന സമയത്ത് കാറുകൾ പോകരുതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, കാരണം അത്രയ്ക്ക് വീതിയുള്ളൂ റോഡിന്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ. വാ ഒരു 10-12 കിലോമീറ്റർ എന്തോ കാട്ടിക്കൂടെയാണ്. ഓഫ് റോഡല്ലേ? ആ, ടൂറിസ്റ്റൊക്കെ അപ്പോൾ അടിയൊക്കെ ഇടിക്കും. നമ്മളങ്ങനെ പുറത്തുള്ളിലോട്ട് കിടക്കുകയാണ്. വെള്ളം ഒഴുകുന്നത് കണ്ടോ? നല്ല കുത്തൊഴുക്കിൽ വലിയ മരങ്ങളൊക്കെ വന്നതാ ഇവിടെയാണ് കേട്ടോ അടിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ നിർത്താതെ പോകുന്നത്? അയ്യോ, ഈ റോഡ് അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെയുള്ള ചെറിയൊരു റോഡാണ്. കാറ് പോവുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പോവും, പക്ഷേ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയായിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ച് ഭാഗത്തേ ഉള്ളൂ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്, ബാക്കിയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ട റോഡാണ്. ഇതുപോലത്തെ ഉള്ള വണ്ടികളൊക്കെ
ഇതുവഴി കയറാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ. നമുക്കിത് ഇതുപോലത്തെ ചെറിയ ചെറിയ വാട്ടർ ക്രോസിംഗ് ഇതൊക്കെ ചുമട്ടും. അപ്പോൾ നമ്മൾ ഒരാടുത്ത് ചോദിച്ചു ഇവിടെ കുളിക്കാമോ, അപ്പം കുടിക്കുകയോ എന്തെന്ന് ചെയ്യാൻ. ഇവിടുന്ന് വരുന്ന വെള്ളമുണ്ട്, അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമുണ്ട്. അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇത് അങ്ങോട്ട് പോകുന്നത്. ആണെങ്കിൽ നമുക്ക് കുളിക്കാം, പക്ഷേ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്ത് അവിടെ വെക്കാൻ പറ്റും, പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ലഗേജ് ഒക്കെ ഇരിക്കുകയല്ലേ. സോ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയി കുളിക്കാം. ചെറിയൊരു തടാകമാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇവിടെയും കുളിക്കാം, പക്ഷേ മുട്ടറ്റം വെള്ളമേ ഉള്ളൂ, മുട്ടറ്റം പോലും ഇല്ല. അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഇവിടുന്ന് ഒഴുകി ആ റോഡിൽ കൂടെ അങ്ങോട്ട് പോകും. ഇപ്പോൾ ആ വീഡിയോ എടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ഷൂ രണ്ടും നനഞ്ഞു, വണ്ടി ഫുള്ള് കുളിച്ചു, അങ്ങനെ ഒരു വാട്ടർ സർവീസുമായി. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം. ചെറിയ ചെറിയ അരുവികളൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. ആ ഒരു കാടിൻ്റെ ഒരു ഭംഗി കണ്ടത് രക്ഷയില്ലല്ലേ. നമ്മൾ ഇതുവരെ പോയ കാടുകളെ പോലും നല്ല ഭംഗിയുള്ള നല്ല ഇതം പച്ച കളറിലൊക്കെ നിൽക്കുന്ന ഓരോ കാടുകൾ. ഓ ആ ഭാഗത്തൊക്കെ ഉള്ള മലയൊക്കെ നോക്ക്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ആ കാടിൻ്റെ സൗണ്ട് കേട്ടോ. താഴെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇത് അരുവിയാണെന്ന് തോന്നുന്നു. ഇവിടെ ചുമ എടുത്താലോ? ഓ ഇവിടേക്ക് ഇനി എന്ന് വരാനാണ്. അപ്പം നമ്മൾ നിർത്താതെ പോയാൽ പിന്നെ ഇതൊക്കെ വീണ്ടും ഒരു നഷ്ടമാവും. വലിയ വലിയ കാറുകളൊക്കെ പോകുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ പോകും. പക്ഷേ എനിക്ക് മഴ നന്നായിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. അതേ നമുക്ക് കണ്ടിട്ട് കുളിക്കാനല്ല, ചാടി മറിയാൻ തോന്നുന്നു. ഒരു കുത്തനെ ഒരു കയറ്റമാണ് ഇത് കണ്ടോ. കിഡിലും റൂട്ട് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സജിൻ എവിടെയോ ഫ്രണ്ടിൽ എവിടെയോ പോയി നിൽപ്പുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് അവൻ വിളിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഒന്നും കേൾക്കാൻ വയ്യ. എൻ്റെ പെട്രോൾ ഏകദേശം തീരാറായോ. 89 കിലോമീറ്ററേ പോകുള്ളൂ. എത്രയും പെട്ടെന്ന് പമ്പിലെത്തണം, അല്ലെങ്കിൽ നമ്മൾ ഈ കാട്ടിൽ പെട്ടുപോകും. അങ്ങനെ ചെറുക്കൻ എന്നെ അങ്ങനെ കാട്ടിലൊന്നും ഇടത്തില്ല. അല്ലടാ, നമ്മൾ ആ കയറ്റം ഇതുവരെ കയറി തീർന്നില്ല കേട്ടോ. അതാ വീണ്ടും അടുത്ത കയറ്റം തുടങ്ങി. നമ്മളൊരു വലിയ കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി സെക്കൻഡ് ഗിയറിലാണ് ഇത്രയും ദൂരം കയറിയത്. വെറുതെ അല്ല പെട്രോൾ തീർന്നത്. നമ്മളങ്ങനെ ടോപ്പിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചവിട്ടി പൊളിച്ചിട്ട് ഇട്ടേക്കുന്ന കാണാം കണ്ടോ. ഇവിടെ ഒരു കുരിശടിയൊക്കെ ഉണ്ട് കണ്ടോ. ഇത് ഇവിടുത്തെ ചായക്കടയാണ് കേട്ടോ. അതെ, ടീ ഷോപ്പ് കട അടച്ചിട്ടേക്കാണ്. നമ്മൾ ആ കാട്ട് റൂട്ടിൽ നിന്ന് ഇതാ കുറച്ചുകൂടെ വീതിയും വലിപ്പമൊക്കെ ഉള്ള ഒരു റോഡിലോട്ട് വന്ന് കയറി കേട്ടോ. കോൺക്രീറ്റ് ചെയ്തിട്ട റോഡാണ്. മാമല കണ്ടോ ഇനി 3 കിലോമീറ്ററും കൂടി ഉണ്ട്. ആ മലയുടെ ഒക്കെ വലിപ്പം കണ്ടോ, എന്നാ പൊക്കത്തിലാന്ന് നോക്കിയതൊക്കെ. ഇതാണെന്ന് തോന്നുന്നു ആ പറഞ്ഞ പ്രൈവറ്റ് ബസ്. നേരിമംഗലം മാമലകണ്ഠം ആ റൂട്ട് വഴി പോകുന്ന പ്രൈവറ്റ് ബസ്സാണ് ഇപ്പോൾ പോയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കടയിൽ നിർത്തി സോഡയൊക്കെ കുടിച്ചു കേട്ടോ. സോഡയും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. ഭയങ്കര ദാഹമായി പോയി. ആ കടയിലെ ചേട്ടൻ പറഞ്ഞു കുറച്ചുകൂടെ പോകുമ്പം നമുക്കൊരു വെള്ളച്ചാട്ടം അതുപോലെ കുളിക്കാൻ പറ്റിയ ഒരു സ്പോട്ടുണ്ട്. ഒരു 450 മീറ്റർ എന്തേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ കുളിച്ചിട്ടൂടെ പോവാം. അപ്പോൾ ഈ വഴിയാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന ആ റൂട്ട്. നല്ല വിജൃംഭിച്ച വഴി.
ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ട് വണ്ടി തിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ വെള്ളത്തിൽ കാണുക. അടി തട്ടും. ആ ഇനി കയറുക, ഇങ്ങോട്ട് കയറുക. ചെറുക്കൻ ഞാൻ കണ്ടു. വണ്ടി ഇവിടെ സേഫായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം, കുളിക്കാം. അപ്പോൾ നമ്മൾ ഈ മലയുടെ താഴ്വാരത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. ആ ഭാഗത്തൊരു തിണ്ണ പോലെ കെട്ടിയിട്ട് അപ്പുറത്ത് നമുക്ക് മുങ്ങിക്കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ കുളിക്കാൻ വേണ്ടി ഇത് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചാട് ചാട്. ഇങ്ങനെ ചെയ്യാൻ അറിയാണോ നിനക്ക്? ഇതൊരു അടിപൊളി വെറൈറ്റി എക്സ്പീരിയൻസാ. കാരണം വെച്ചാൽ നമ്മള് വണ്ടി താണ്ട വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത കൊണ്ട് വെച്ചേക്കണേ. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയും ദൂരം ഓടിച്ചു വന്ന ക്ഷീണമൊക്കെ അങ്ങ് മാറി. ഈ ദിവസം ഇങ്ങനെ അങ്ങ് പോകും. ഇപ്പോൾ രാത്രിയാവുമ്പോൾ ചെല്ലുമ്പോൾ നല്ല ക്ലിയർ വെള്ളം കണ്ടാ കുടിക്കാനൊക്കെ തോന്നും, പക്ഷെ കുടിക്കരുത്. ആൾക്കാരൊക്കെ ഇറങ്ങും. പലവന്മാരും അതിനകത്ത് പെടുത്ത് വയ്ക്കുന്നുണ്ട്. അതെ, ശ്രീകരി ഇപ്പൊ പെടുത്തേ ഉള്ളൂ. അതെ അതിന്റെ ചുറ്റും മഞ്ഞ കളറായിരുന്നു. നമുക്കൊക്കെ മഞ്ഞയായിരുന്നു, പക്ഷെ ഇവന് പച്ചയായിരുന്നു. സാധനം കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തിരിക്കണോണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ആള് കൂടി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ സ്കൂട്ടാവുകയാണ്. അങ്ങനെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാം വീണ്ടും പാക്ക് ചെയ്ത് സെറ്റാക്കി. ഇപ്പോൾ ഇവിടെ ഭയങ്കര ആളാണ് കേട്ടോ. ഈ ജീപ്പിൽ വന്നവരൊക്കെ ഇവിടെ ഇറങ്ങി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഇറങ്ങാൻ ഇരുന്നതല്ല, പിന്നെ ആ കടയിലെ ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ മാമലകണ്ടം കണ്ടു കഴിഞ്ഞിട്ട് കുളിക്കാനൊക്കെ നിൽക്കുള്ളായിരുന്നു കേട്ടോ. കുളിച്ച് കഴിഞ്ഞൊരു ആശ്വാസമുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ടുള്ള റോഡ് അത്യാവശ്യം ഓഫ് റോഡ് ഉള്ളതാണ് കേട്ടോ. പാറയാണ്, പിന്നെ ഇങ്ങനെ ഉരുളം കല്ലുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്, ഉരുളിക്കുഴി വെള്ളച്ചാട്ടം. ഓഫ് റോഡ് ജീപ്പ് സഫാരി ഒക്കെ ഉണ്ട്. 2 ദിവസം മുന്നേ ഇവിടെ നല്ല മഴയായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും വെള്ളമൊന്നും കാണാൻ ഒരു ചാൻസും ഇല്ല. ഉള്ള വെള്ളമാണ് കേട്ടോ. അടിഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു.